50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള ഡേ കെയറുകളും കൃഷികളും സ്ഥാപിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗനവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമമാണെന്നും മന്ത്രി പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമമാണ്. എല്ലാ പൊതു ഓഫീസുകളിലും IT പാർക്കുകളിലും 50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അത്യാധുനിക രീതിയിലുള്ള ഡേ കെയറുകളും കൃഷികളും ഉടൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അംഗനവാടികൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റും. കേരളത്തിലെ പരിമിതികളുള്ള എല്ലാ അംഗനവാടികളും പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ നയപ്രഖ്യാപനത്തിലും ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രമാണ്, സർക്കാരിന്റെ നയങ്ങളുടെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ്. അതിലും വനിതകളുടെ കാര്യം സവിശേഷമായി ശ്രദ്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലയിടത്തും ചെന്നപ്പോൾ, ഇപ്പോഴല്ല, മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്താറുണ്ട്. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ പോലും തൊഴിലിടങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ അക്കാലത്തുണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറികളാണ്. അതുപോലെ കയർ തൊഴിലിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കുഞ്ഞുങ്ങളെ നോക്കാൻ സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിൽ അങ്ങനെ കാണാനേ ഇല്ല. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് ഔദ്യോഗികമായ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാനാകില്ല. പക്ഷേ അതിനുവേണ്ടി കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും നമുക്ക് മാറ്റി നിർത്തുക ഏറ്റവും പ്രധാനം. ഈ സമൂഹത്തിന്, സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളുടെ ക്ഷേമം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പൊതു ഓഫീസുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും IT പാർക്കുകളിലും 50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സുരക്ഷിതവും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ഡേ കെയർ സെന്ററുകളും ക്രഷുകളും ഈ സർക്കാർ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റെന്തിനേക്കാൾ വലുത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും ക്ഷേമവുമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കോൺവൊക്കേഷൻ സെറിമണി, പുതിയ കുട്ടികളുടെ സ്വീകരണം, വെൽക്കം കിറ്റ് വിതരണം, കുഞ്ഞൂസ് കാർഡ് വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഡെപ്യൂട്ടി മേയർ കരിമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ, കൗൺസിലർമാരായ വിൻസി ബൈജു, MS ഗോപകുമാർ, ഷൈനി T തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.